നബിയോട് ഒരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സന്തോഷത്തോടുകൂടി അസ്ർ നമസ്കാരം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടൊരു സഹാബി വര്യൻ നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുച്ചാരത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, ആദരവായ ഹബീബായ നബി തങ്ങളെ, തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ ചെറുപ്പക്കാരന് വിവാഹം കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. മധുവിധ് ആഘോഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന ഈ സഹോദരൻ ഇനി മരിക്കാൻ 1 മണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ഇയാൾക്കിനി ഈ ലോകത്തിന് ബാക്കിയുള്ളത് 1 മണിക്കൂർ സമയം മാത്രമാണുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ മഗ്രിബിന് മുമ്പായി തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മാവിനെ അസ്റായീൽ അലൈഹിസ്സലാം പിടിച്ചു കൊണ്ടുപോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞപ്പോ പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കുമ്പോ മധുവിധി ആഘോഷിക്കുന്നതാകുന്ന സഹോദരനാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ വിളിച്ചപ്പോ വലിയ സന്തോഷത്തോടുകൂടി പ്രവാചകന്റെ തിരുച്ചാരത്തേക്ക് നീങ്ങി നിന്നതായ ആ സഹോദരന്റെ തോളിലേക്ക് കൈയിട്ടിട്ട് അദ്ദേഹത്തിന്റെ കാതിലേക്ക് റസൂലുള്ളാഹി വർത്തമാനം പറയുകയാണ്, അല്ലയോ ചെറുപ്പക്കാരാ സഹോദരാ, ഇനി 1 മണിക്കൂർ സമയം മാത്രമാണ് നിനക്ക് ഈ ലോകത്ത് ആയുസ് ബാക്കിയുള്ളത്. നബിയോടൊരാൾ ഒരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. ഇനി 1 മണിക്കൂർ സമയം മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് പിടിമുറുക്കാൻ 1 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത് എന്ന് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ നിന്നുകൊണ്ട് വിറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കരയുകയാണ്. നബി തങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് ചുംബിച്ചുകൊണ്ട് സലാം പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. അസ്റായീൽ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വരാൻ ഇനി 1 മണിക്കൂർ സമയം മാത്രം ബാക്കിയുള്ളതാകുന്ന ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ? മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക റസൂലേ? എന്ത് അമലാണ് എന്റെ ആഖിറത്തിലേക്ക് കനം കൂടുക ഹബീബേ? ആദരവായ പ്രവാചകനുടനെ നിസ്സംഗതയില്ലാതെ പ്രവാചകൻ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തോട് പറയുകയാണ്, ഉതുലുബിൽ ഇൽമാ, അറിവ് പഠിക്കണേ, വിജ്ഞാനം നുകരണേ, ഇൽമിന്റെ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തെ മാറ്റണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്തിനാണ് കൊവ്വൽ പള്ളിയിലുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മദ്രസയുടെ ഒരു വിഷയത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മജ്ലിസുൽ ഇൽമ എന്ന നാമധേയത്തിൽ നാട്ടുകാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ വിളിച്ചു ചേർത്തത്? ഇൽമിന്റെ മജ്ലിസ് നിസാരമല്ല, നിസാരമല്ല.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉദ്യാനമാണ്, സ്വർഗീയ പൂന്തോപ്പാണ് വിജ്ഞാനത്തിൻ്റെതാകുന്ന മജ്ലിസ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകന്റെ വചനം കേട്ട് നബി തങ്ങളോട് സലാം പറഞ്ഞ് അവിടുത്തെ കൈക്ക് പിടിച്ചുകൊണ്ട് അവസാനത്തെ സലാം പറഞ്ഞ് ഈ ദുനിയാവിൽ നിന്ന് യാത്ര ചോദിച്ചുകൊണ്ട് പോവുകയാണ്. പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബി വരൻ മദീന പള്ളിയുടെ അകത്തളത്തിലേക്ക് വിജ്ഞാനത്തിന്റെ ദാഹമായി വിജ്ഞാനത്തിന്റെ ഹൽഖ തേടിക്കൊണ്ട് ഇറങ്ങുകയാണ്. മാഷാ അല്ലാഹു കാൻ വമാ ലം യശാ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ അകത്തളത്തിലുള്ളതായ ഇൽമിന്റെ ഹൽഖയിലേക്ക് അദ്ദേഹം കയറിയിരിക്കുകയാണ്. 1 മണിക്കൂർ സ്വഹാബത്തിനിടയിൽ വിജ്ഞാനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നസല ഖാബിലുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം കൃത്യമാകുന്ന സമയത്ത് കടന്നു വന്നുകൊണ്ട് ആത്മാവിനെ പിടിച്ചെടുക്കുകയാണ്. ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂൻ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. ആത്മാവിനെ പിടിക്കാൻ സമയമെത്തിയാൽ മാമ്പയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിമത്തെ, നിന്റെ ആത്മാവിനെ വേർപെടുത്തേണ്ട സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയില്ല, 1 സെക്കൻഡ് പോലും അല്ലാഹു പിന്തിക്കുകയേ ഇല്ല. ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. പുതിയ ആപ്പിളയാണോ പുതിയ പെണ്ണാണോ, പൊക്കമുള്ളവനാണോ പൊക്കമില്ലാത്തവനാണോ, ആരോഗ്യമുള്ളവനാണോ ആരോഗ്യമില്ലാത്തവനാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, അവർണനാണോ സവർണനാണോ, കുടുംബ മഹിമയുള്ളവനാണോ തറവാട്ട് മഹിമയുള്ളവനാണോ, ഖുറൈശി പ്രമുഖരിൽപ്പെട്ടവനാണോ നാട്ടുകാരിൽ തരമുള്ളവനാണോ, ഫഖീർ മിസ്കീനിൽ പെട്ടവനാണോ, അല്ലാഹു നോക്കുകയില്ല, മലക്കുകൾ നോക്കുകയില്ല. അവധിയെത്തിയാൽ ആത്മാവിനെ പിടിക്കുകയാണ്. പുതിയ ആപ്പിളയായ ചെറുപ്പക്കാരനാണ്, ഒരുപാട് മോഹങ്ങളുമായി ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒഴിവാക്കിയിട്ടിതാ യാത്ര പോയാണ്. എന്നേക്കുമായിട്ടുള്ള യാത്രയാണ്, ഇനി ഒരിക്കലും മടങ്ങി വരാത്തതാകുന്ന യാത്രയാണ്. എത്രയോ സമയത്തേക്ക് പ്രവാസ ലോകത്തേക്ക് എത്രയോ കൊല്ലങ്ങളായി യാത്ര തിരിച്ച ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ടാകും, ഈ മജ്ലിസ് ലൈവിലൂടെ കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ടാകും. നാട്ടിലേക്ക് എന്നെങ്കിലും എത്തുമെന്നുള്ള ചിന്തയാണ്. എന്നാൽ മരണത്തിലേക്കുള്ള യാത്ര ഒരിക്കലും ഈ ദുനിയാവിലേക്ക് തിരിച്ചു വരികയില്ല. അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ തുവഫിയ ദാലിക സ്വഹാബിയു യാ ഹബീബല്ലാഹ്. അവിടുന്ന് 1 മണിക്കൂർ മുമ്പ് വ്യക്തമായി പ്രവചനം നടത്തിയില്ലേ, ആത്മാവിനെ വേർപെടുത്തുമെന്ന് പറഞ്ഞില്ലേ. ഇതാ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടിരിക്കുകയാണ്, അദ്ദേഹം മരണപ്പെട്ടു പോയിരിക്കുകയാണ്, അദ്ദേഹം വഫാത്തായിരിക്കുന്നു. ഹബീബേ, ആദരവായ പ്രവാചകന്റെ മുന്നിൽ കണ്ണീർ തടങ്ങളോടുകൂടി വന്നുകൊണ്ട് പറഞ്ഞ സ്വഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബത്തെ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. കാരണം അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം നിലച്ചത് ഇൽമിന്റെ മജ്ലിസിലാണ്. ഇന്നഹു മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം സ്വർഗാവകാശിയാണ്, സ്വർഗത്തിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.
ജ്ഞാനദാഹികളായി അറിവ് നുകരാൻ കടന്നു വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, മജ്ലിസുൽ ഇൽമ എന്ന നാമധേയത്തിൽ ശീർഷകത്തിൽ നിങ്ങൾക്ക് വേണ്ടി വിജ്ഞാനം ഒരുക്കിയിട്ടുള്ളതാകുന്ന ഇതിന്റെ പ്രവർത്തകർ അറിയണേ, പഠിക്കണേ. ഇൽമിന്റെ മജ്ലിസ് നിസാരമല്ല. ഈ മജ്ലിസിൽ വെച്ച് നീ മരിച്ചാൽ പോലും സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്കൂ നിങ്ങൾ, അവസാന ശ്വാസം നിലച്ചതാകുന്ന സ്വഹാബിവര്യൻ ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ടായതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു അദ്ദേഹം സ്വർഗാവകാശിയാണ്. 3 ദിവസം നിങ്ങൾ ഈ മജ്ലിസിൽ പൂർണ്ണമായി പങ്കെടുത്ത മോമിനീങ്ങൾ എത്ര പേർ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം ചെറുതല്ല, നിസാരമല്ല, സമുന്നതമാണെന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. ഇൽമിന്റെ മജ്ലിസിന്റെ മഹാത്മ്യം ആദ്യം അറിയും, അതാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ മജ്ലിസിലേക്ക് ആരൊരുവൻ പ്രവേശിച്ചുവോ, പരിശുദ്ധമായ ഇൽമ പഠിക്കാൻ ഏതൊരുത്തൻ തന്റെ മക്കളെ പറഞ്ഞയച്ചിട്ടുണ്ടോ, ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ പഠിക്കാൻ, കർമ്മശാസ്ത്രത്തിൽ നൈപുണ്യമുള്ളവനാകാൻ, നിദാന ശാസ്ത്രങ്ങൾ മനസ്സിലാക്കാൻ, ഗോളശാസ്ത്രങ്ങൾ പഠിക്കാൻ മക്കളെ അതിനുവേണ്ടി പറഞ്ഞയച്ചിട്ടുള്ള രക്ഷിതാക്കളെ, മാതാപിതാക്കളെ, ആ മക്കൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല. സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്കുള്ള വാതിലാണ് അല്ലാഹുർക്ക് തുറക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സ്വർഗ്ഗമാണ് അതിന്റെ അറ്റം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എത്ര മക്കളുണ്ട് ചിന്തിക്ക്, ഓരോരുത്തരും മനസ്സിലാക്ക്. ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഓരോ സഹോദരനും ഓരോ സഹോദരിയും ഓരോ വാപ്പയും ഓരോ ഉമ്മയും ചിന്തിക്ക്. അല്ലാഹു എനിക്ക് 4 മക്കളെ നൽകി, 3 മക്കളെ നൽകി, 5 മക്കളെ നൽകി. എത്ര പേര് ആലിമാക്കാൻ, എത്ര പേര് ഹാഫിളാക്കാൻ നീ തുനിഞ്ഞിട്ടുണ്ട്? നീ തുനിഞ്ഞിട്ടുണ്ട്. നിന്റെ ലക്ഷ്യം എന്ത്? നിന്റെ ലക്ഷ്യം എന്ത്? മക്കളൊരു അമാനത്താണ്. അല്ലാഹു നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചതാകുന്ന അമാനത്താണ്, സൂക്ഷിപ്പ് സ്വത്താൻ. ആ മക്കളെ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം ദീനിന് വേണ്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് നിന്നെ നിർത്തി ചോദിക്കും, നീ മക്കളുടെ വിഷയത്തിൽ എന്ത് പഠിപ്പിച്ചു കൊടുത്തു? ഭൗതികം കൊട്ടപ്പടി കൊടുത്തതിനെ കുറിച്ചല്ല, ആഖിറത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും. അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചോ? പ്രവാചകനെ കുറിച്ച് പഠിപ്പിച്ചോ? അദബ് പഠിപ്പിച്ചോ? നിസ്കാരിക്കാൻ അവരെ മക്കളോട് കൽപ്പിച്ചോ? ഇബാദത്ത് കൊണ്ട് ശ്രദ്ധ കൊടുക്കാൻ മക്കൾക്ക് നീ പ്രാപ്തരാക്കിയോ? മക്കൾക്ക് ദീനി വിദ്യാഭ്യാസം കൊടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറായോ? നാളെ ആഖിറത്തിൽ പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും. മറുപടി നൽകാൻ ഓരോ സഹോദരനും സഹോദരിയും ശ്രദ്ധ പതിപ്പിച്ചോ? നാളെ എന്ത് മറുപടി കൊടുക്കും? നമ്മുടെ മക്കളുടെ ഇന്നത്തെ അവസ്ഥ, അവന്റെ മുഖം ഒന്ന് ചിന്തിക്കും. എത്ര മക്കളുണ്ട്? ഓരോ മക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? കള്ളും കഞ്ചാവും ലഹരിയുമായി പുതിയ തലമുറ, നവതലമുറ വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഉറക്കെ ആമീൻ പറയുന്ന അല്ലാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. പഠിച്ചു പോയാൽ പോയില്ലേ, അടുത്ത തലമുറയ്ക്ക് എന്ത് കൈമാറി കൊടുത്തു? നമ്മുടെ വാപ്പയും ഉമ്മയെ കുറിച്ച് നമുക്ക് 100 നാവാണ് അല്ലെ? ഓരോരുത്തരോടും ചോദിക്കാം, വാപ്പ എങ്ങനെയുണ്ട്? അപ്പൊ പക്കായിരുന്നു സാർ, 5 വക്കത്ത് പള്ളി, ജുമാ ജമാഅത്തൊക്കെ അവ്വൽ വക്കത്ത് നിസ്കരിക്കും, വെള്ളിയാഴ്ച രാവ് അൽ-കഹ്ഫ് സൂറത്ത് ഓതും, ജുമായ്ക്ക് മുമ്പ് ഓതും, സ്വലാത്ത് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും. നബി തങ്ങൾ സ്വപ്നം കണ്ട മനുഷ്യനാണ് എന്റെ ഉമ്മ. ഖുർആൻ എപ്പോഴും ഖത്മ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. എത്ര പ്രായം ചെല്ലുമ്പോഴും ഖുർആൻ ഓതുമായിരുന്നു അല്ലേ? നമ്മൾ പറയാറില്ലേ, ദിക്ർ ചൊല്ലും, സ്വലാത്ത് ചൊല്ലും, യാസീൻ ഓതും, സൂറത്തുൽ വാഖിയ ഓതും, സൂറത്തുൽ മുൽക്ക് ഓതും. ഉമ്മ ഖുർആൻ ഓതുന്നത് കേട്ടിട്ടാണ് ഞാൻ യാസീൻ പഠിച്ചത്. ഉമ്മ സൂറത്തുൽ വാഖിയ ഒച്ചത്തിൽ ഓതുന്നത് കേട്ടിട്ടാണ് ഞാൻ വാഖിയ സൂറത്ത് കാണാതെ പഠിച്ചത്. ഉമ്മ എല്ലാ ദിവസവും ഇശാ മഗ്രിബിനിടയിൽ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ടിട്ടാണ് ഞാൻ സൂറത്തുൽ മുൽക്ക് പഠിച്ചത്. പറയാറില്ലേ? ഓരോരുത്തരും പറയാറുണ്ട്. എല്ലാ രക്ഷിതാക്കൾക്കും പറയാനുള്ള വാക്യം അതാണ്. എങ്കിൽ നമ്മൾ എന്ത് ചൊല്ലുന്നത് കേട്ടിട്ടാണ് പുതിയ തലമുറ പഠിച്ചത്? നമ്മൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് പറയണ്ട.
നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താ? നമ്മളെ കണ്ടിട്ടാണ്, നമ്മളെ റോൾ മോഡൽ ആക്കിയിട്ടാണ് അടുത്ത തലമുറ നന്നാവേണ്ടത്. നമ്മൾ നന്നായിട്ടില്ല ഇതുവരെ. നമ്മുടെ വാപ്പ വരെ കറക്റ്റ് ആയിരുന്നു, നമ്മുടെ ഉസ്താദുമാർ വരെ കറക്റ്റ് ആയിരുന്നു. നമ്മൾ പറയും എന്റെ ഉസ്താദ് വലിയ സൂഫി ആയിരുന്നു ഉസ്താദ്, അയാൾ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പാണ്, അയാൾ നല്ലതുപോലെ ഞങ്ങളെ മദ്രസയിൽ പഠിപ്പിച്ചു, നല്ല റാഹത്തായിട്ട് എന്നെ മദ്രസയിൽ അലിഫ് ബാ പഠിപ്പിച്ച ഉസ്താദ് മാഷാ അല്ലാഹ് എത്ര നല്ല പഠിപ്പീരായിരുന്നു എന്ന് പറയാറില്ലേ? നമ്മുടെ മക്കൾക്ക് എന്ത് കൈമാറി കൊടുത്തു ചിന്തിക്ക്. ആത്മീയമാകുന്ന മേഖലയിൽ എന്താണ് നമ്മൾ ചെയ്തു കൊടുത്തത് ഇതുവരെ? ഭൗതികമൊക്കെ കൊടുത്തു. മക്കൾക്ക് ഇഷ്ടം പോലെ ഡ്രസ്സാണ്, ഡ്രസ്സിന് കണക്കില്ല. മക്കൾക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് വാപ്പയോട് ചോദിച്ചാൽ വാപ്പാക്ക് കണക്കില്ല, മക്കൾക്കും കണക്കില്ല. എത്ര ജോഡി ഷൂവും ചെരുപ്പും ഉണ്ടെന്ന് ചോദിച്ചാൽ അതുപോലും ഇല്ല. ബ്രോക്സിന്റെയും സ്കെച്ചേഴ്സിന്റെയും ഒക്കെ നല്ല ഷൂ ഒക്കെ ഇട്ട് മക്കള് നല്ല റാഹത്തായിട്ട് തിളങ്ങാണ്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ടാണ് കുട്ടികളുടെ സാധനങ്ങൾക്കൊക്കെ എപ്പോഴും വില കൂടുതൽ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കടയിൽ ചെന്നാല്, കടയിൽ നമ്മൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കുട്ടികളുടെ ഡ്രസ്സും വാങ്ങാൻ ചെന്നാല് നല്ല വിലയാണ് എല്ലാത്തിനും. ഒരു വാപ്പയും ഉമ്മയും അതിന് വില പേശൂല. കാരണം കുട്ടികൾക്ക് ഏറ്റവും മുന്തിയത് വാങ്ങിച്ചു കൊടുക്കും. അതേസമയത്ത് വാപ്പ ഒരു ഇന്നർ വാങ്ങാൻ, ഒരു ബനിയാൻ വാങ്ങാൻ കടയിൽ ചെന്നാൽ വാപ്പ എന്താ പറയാ, 100 രൂപയ്ക്ക് 10 ഉണ്ടെങ്കിൽ തരുമോ എന്ന് ചോദിക്കും. വില പേശും. കുട്ടികളുടെ വില പേശൂല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. കാരണം കുട്ടികൾക്ക് എപ്പോഴും ടോപ്പ് സാധനം വേണമെന്നാണ് നമ്മുടെ തന്നെ ചിന്താഗതി, രക്ഷിതാക്കളുടെ ചിന്താഗതി അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ കൊടുത്താണ് വളർത്തിയിരിക്കുന്നത്. ഒരു ഭക്ഷണം കഴിക്കാൻ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഹോട്ടലിൽ തപ്പിയിട്ടേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങുള്ളൂ. ഫാമിലി ഒപ്പിച്ച് ഫാമിലി റെസ്റ്റോറന്റ് നോക്കിയിട്ടേ നമ്മൾ ഇറങ്ങുള്ളൂ. നല്ല റാഹത്തുള്ള, നല്ല സൗകര്യമുള്ള, AC ഉണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ. നല്ല സൗകര്യമുള്ള ഹോട്ടൽ നോക്കി മക്കൾക്കൊക്കെ വന്നിരുന്ന്. അപ്പൊ ഒരുത്തൻ പറയും എനിക്ക് 65, ഒരുത്തന് പെരി പെരി അൽഫാം ആയിക്കോട്ടെ, ഒരുത്തന് കുഴിമന്തി, അടുത്തന് കിഴി പൊറോട്ട, പല ഐറ്റാണ്. ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവസാനം കുഴിയിലേക്ക് പോകുമെന്നുള്ള ഒരു ചിന്താഗതി വാപ്പാക്കും ഉമ്മാക്കും ഇല്ല. നാളെ ആഖിറത്തിന് വേണ്ടി എന്ത് സമ്പാദിച്ചു കൊടുത്ത് അത് ചോദിക്കുമ്പോൾ വട്ടപ്പൂജയാണ്. നല്ലൊരു ആത്മീയ കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടിട്ടുണ്ടോ? ആത്മീയമാകുന്ന വിദ്യാഭ്യാസം എത്ര വരെ കൊടുത്തു? +2 വരെ മക്കൾക്ക് കൊടുത്തോ? ഇനി +2 വരെ കൊടുത്തതാകുന്ന മക്കളെ തന്നെ അവിടെ കൊണ്ട് മതിയാക്കിയോ? പോരാ എന്നാണ് എന്റെ പക്ഷം. ആ കുട്ടികൾക്ക് തന്നെ ആഴ്ചയിൽ കൃത്യമായി സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും മദ്രസ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ കൃത്യമായി എല്ലാ ആഴ്ചകളിലും ഒരു തർബിയത്ത് കോഴ്സ് തുടർത്തിക്കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ആദ്യ തലമുറ, പുതിയ തലമുറ വഴിതെറ്റും. ഉറപ്പാണ്. +2 കഴിഞ്ഞു, പിന്നെ പിള്ളേരെ വെറുതെ വിടുക. മഹല്ല് നേതൃത്വം അതിനുവേണ്ടി പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്ന് നിങ്ങൾ നോക്ക്, മഹല്ലത്തുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ പോയി പരിശോധിച്ചു നോക്ക്. വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ വിവാഹ മോചനത്തിന് വേണ്ടി അഭ്യർത്ഥന വരികയാണ്. ആരുടെ നിന്നാ വരുന്നത്? 10ാം ക്ലാസ്സും +2 വരെയൊക്കെ മദ്രസയിൽ പഠിച്ച പെൺകുട്ടികളും +2 വരെ പഠിച്ചതാകുന്ന ആൺകുട്ടികളിൽ നിന്ന് തന്നെ വരികയാണ്. എന്താ കാരണം? അതിനിടയിലുള്ള ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ അവൻ ചെറിയതാകുന്ന പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ സദാസമയം ദീൻ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കണം. അൽ ഈമാനു യസീദു വയൻഖുസു, വിശ്വാസം കുറയുകയും അധികരിക്കുകയും ചെയ്യുമെന്നാണ്. ഖുർആനും ഹദീസും ഇത്തരത്തിലുള്ള ഇൽമിന്റെ മജ്‌ലിസും ഒക്കെ വന്നിരിക്കുമ്പോൾ വിജ്ഞാനം അധികരിക്കും. ഇതുമായി ബന്ധപ്പെടാതെ അകന്നു പോകുമ്പോൾ വിജ്ഞാനം ചുരുങ്ങി വരും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അപ്പൊ എപ്പോഴും നമ്മുടെ മക്കളെ ആത്മീയതയിൽ ചാരിച്ചുകൊണ്ട് മുന്നേറണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك وخير عملا. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതായ സന്താനങ്ങളും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുമൊക്കെ ദുനിയാവിന്റെ പ്രൗഢിയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ദുനിയാവിന്റെ പ്രൗഢിയാണ്. ഈ ദുനിയാവിൽ കിട്ടുന്ന സമ്പത്തും ഈ സന്താനങ്ങളും ഒക്കെ ദുനിയാവിൽ വലിയ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉപകരിക്കും. ഇവിടെ അഹങ്കാരം വിട്ട്
എന്റെ മകന് ഞാൻ ഉയർന്ന വിദ്യാഭ്യാസം കൊടുത്തു. എന്തിൽ? ഭൗതികത്തിൽ. MBBS എടുത്തു. എന്റെ മകൻ PG കഴിഞ്ഞു, MA കഴിഞ്ഞവനാണ്. എന്റെ മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവനാണ്. ഞാൻ ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു. എന്തിൽ കൊടുത്തു? ഭൗതികത്തിൽ കൊടുത്തു. ആത്മീയത നോക്കുമ്പോ 000. ആത്മീയത ആരും ഉയർത്തിക്കാട്ടുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണ്ട് കാലത്തൊക്കെ കല്യാണത്തിന് ആലോചന വരുമ്പോ തന്നെ ചോദിക്കും, പെണ്ണ് എന്തുവരെ പഠിച്ചു മദ്രസയിൽ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്നും അറിയണ്ട. പെണ്ണ് നല്ലപോലെ കുടിക്കുമെന്ന് ചോദിക്കുന്നത് കൂടെ ചേരാൻ വേണ്ടി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്ന് ആരും മദ്രസ വിദ്യാഭ്യാസം ചോദിക്കൂല, ആണുങ്ങളുടെയും ചോദിക്കൂല. എത്ര വരെ മദ്രസയിൽ പഠിച്ചു നോക്കിയാലുണ്ട്? അതൊന്നും അന്വേഷിക്കുന്ന പോലും ഇല്ല. അപ്പൊ മദ്രസയിൽ പോയിട്ടുണ്ടോ അല്ലാഹു ആലം, അതൊന്നും ചിന്തിക്കുന്ന പോലും ഇല്ല. ദീനി വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രസക്തി നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആര്? നമ്മൾ സുന്നികൾ. ഏറ്റവും വലിയ ആത്മീയതയുണ്ട് എന്ന് അവകാശപ്പെടുത്തുന്നവർ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഒരു കാര്യം മനസ്സിലാക്കണം, മക്കൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിചയപ്പെടുത്തിയത് കൺകുളിർമയുള്ള വസ്തുക്കൾ എന്നാണ്. ശരിക്കും മനസ്സിലാക്കണേ. ഖുർആനിൽ 2 വസ്തുക്കളെയാണ് കൺകുളിർമയുള്ളത് എന്ന് പരിചയപ്പെടുത്തിയത്. ഒന്ന് സന്താനങ്ങൾ, മറ്റൊന്ന് സ്വർഗം. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കട്ടെ, ഒന്ന് കൈ ഉയർത്തിക്കുക. കുറെ പേര് നാരങ്ങ വെള്ളം കിട്ടിയില്ല, ശ്രദ്ധയില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. എന്താ വേണം? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണേ. 2 വസ്തുക്കളെ കുറിച്ചാണ് ഖുർആനിൽ എന്ത് പറഞ്ഞത്? കൺകുളിർമയുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞത്. ഒന്ന് സന്താനങ്ങൾ, മറ്റൊന്ന് സ്വർഗം. എവിടെ? കേട്ടോ, ആയത്ത് കേട്ടോ. بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന ദാസന്മാരെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. വല്ലദീന യഖൂലൂൻ, റഹ്മാനായ റബ്ബിന്റെ ദാസന്മാർ അല്ലാഹുവിനോട് ദുആ ചെയ്യുമത്രേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും നീ കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ്. ഖുർറത അയ്യുൻ, കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി തരണേ അല്ലാഹ്. വിവാഹം കഴിഞ്ഞ് സന്താനങ്ങൾ ലഭിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ദുആ ഇതായിരിക്കണം. മക്കളുള്ള എല്ലാ രക്ഷിതാക്കളുടെയും ദുആ ഇതായിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളുള്ളവർ, നിലവിലുള്ളവരുടെ പ്രാർത്ഥനയാണ് ഏത്? ഇപ്പൊ ദ്വാരുന്നത്. ഏതാണ് ദുആ? നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഖതീബുമാര് ദുആ ചെയ്ത് നമ്മുടെ കാതുകൾ തഴമ്പിച്ച, പക്ഷെ നമ്മൾ ചോദിക്കാറില്ലെന്ന് മാത്രം. ഖുർആൻ പഠിപ്പിച്ച ദുആ. ഒന്ന് ദ്വാരനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ للمتقين إماما. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന ഇണകളെയും സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കി തരണേ അല്ലാഹ്. കൺകുളിർമയുള്ളവരാക്കി മാറ്റണേ അല്ലാഹ്. വജഅൽനാ للمتقين إماما. ഞങ്ങളെ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളതാകുന്ന ആളുകൾക്ക് ഇമാമായി, നേതൃത്വമായി മാറ്റണേ അല്ലാഹ്. മുത്തഖിയാക്കണമെന്നല്ല, മുത്തഖീങ്ങൾക്ക് നേതൃത്വമാക്കണം. മാഷാ അല്ലാഹ്, വലിയ ദുആ ആണത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഇത് 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷവും എപ്പോഴും സദാസമയം ഒരു മുഅ്മിൻ ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. റഹ്മാനായ റബ്ബിന്റെ സച്ചരിതരാകുന്ന അടിമകളുടെ പ്രാർത്ഥനയാണ് ഇതെന്ന് വിശുദ്ധമായ ഖുർആൻ. നമ്മളിൽ എത്ര പേര് ഇത് ദുആ ചെയ്യുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. വഖാലത് ഇംറാതു ഫിർഔൻ ഖുറത്തു ഐനിൻ ലീ വലക്. ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയുടെ ഭാര്യയായിരുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹാ മഹദി അവർകൾ ഫിർഔനിനോട് പറയുകയാണ്, ഈ വലിയതാകുന്ന കുഞ്ഞിനെ, ഈ മനോഹരമാകുന്ന മുഖകമലമുള്ളതാകുന്ന മൂസ എന്ന വ്യക്തിയെ എന്തിനാണ് കൊല്ലുന്നത്? ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഖുറത്തു ഐനിൻ ലീ വലക്. എനിക്കും നിനക്കും കൺകുളിർമയാകുന്ന സന്താനമാകാം. ഇതിനെ ഒന്നും ചെയ്യരുതേ. നിങ്ങൾ ഇങ്ങനെ സന്താനത്തെ കുറിച്ച് അല്ലാഹു പല സ്ഥലങ്ങളിലും കൺകുളിർമയുള്ള വസ്തുക്കൾ എന്നാണ് പറഞ്ഞത്. അതിനാണ് ഇപ്പൊ ഈ ആയത്തൊക്കെ ഓതിയത്. ശരിക്കും ശ്രദ്ധിക്കും. സന്താനങ്ങൾ എന്താണ്? കൺകുളിർമയുള്ള വസ്തുക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ കുറിച്ച് പറഞ്ഞതും ഇതേപോലെ തന്നെ കൺകുളിർമയുള്ളതാണ് സ്വർഗ്ഗം. നോക്കൂ നിങ്ങൾ ഖുർആൻ സൂറത്തു സജദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. أفمن كان مؤمنا كمن كان فاسقا لا يستوون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ. മനുഷ്യ മാനവാ, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മനോഹരമായ രീതിയിൽ കൺകുളിർമയാകുന്ന വസ്തുക്കളായി അല്ലാഹു ഓരോരുത്തർക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കൾ നിസാരമല്ല. ഒരാൾക്കും അതിനെ കുറിച്ച് അറിയുകയേ ഇല്ല. ഒരു മനുഷ്യനും അല്ലാഹുവല്ലാതെ ലോകത്തൊരു വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മനോഹരമാകുന്ന കൺകുളിർമയാകുന്ന വസ്തുക്കളെ കുറിച്ച് അറിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. കൺകുളിർമയുള്ള വസ്തുക്കളാണ് പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ അല്ലാഹു നൽകുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെയും സ്വർഗ്ഗത്തെയും കൺകുളിർമയുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞത്? ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു, കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കണം. അതിനുള്ള പ്രയത്നമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഒന്നുകൂടി പറയാം. കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് നമ്മൾ എത്തിക്കണം. ആര്? രക്ഷിതാക്കൾ. നമ്മുടെ ഡ്യൂട്ടിയാണ്. രക്ഷകർത്താവ് എന്ന പോസ്റ്റാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നത്. അല്ലേ? മാതാപിതാക്കൾ ആരാണ്? മക്കളുടെ രക്ഷകർത്താക്കളാണ്. ആരാണ് ഈ കുട്ടിയുടെ രക്ഷകർത്താവ് എന്ന് സ്കൂളിൽ നിന്ന് ചോദിച്ചാൽ ആരാ പോവാ? വാപ്പായും ഉമ്മായും പോകൂലേ? പ്രോഗ്രസ് കാർഡ് പോയി ഒപ്പിട്ട് കൊടുക്കും. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ മാത്രമല്ല, മനസ്സിലാക്കണം, കുട്ടികളുടേതാകുന്ന രക്ഷകർത്താവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം കുട്ടികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവനാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഥാർത്ഥ രക്ഷകർത്താവ് എന്ന് പറയുന്ന പോസ്റ്റ് അതാണ്. നമ്മൾ ഇന്നത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര പേർ സ്വന്തം മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്? ചിന്തിക്കുക. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇതുവരെയുള്ള മക്കളുടെ പ്രവർത്തനങ്ങൾ സ്വർഗത്തിലേക്കാണോ പോകുക, അതല്ല നരകത്തിലേക്കാണോ പോകുക? അവന്റെ ഇപ്പോഴത്തെ മുടി വളർത്തൽ, അവന്റെ ഇപ്പോഴത്തെ പാൻസ് അവിടെ ഇവിടെയൊക്കെ തുറന്ന് കീറിയിട്ടിരിക്കുക, മൊത്തത്തിൽ ദാരിദ്ര്യം പിടിച്ച മാതിരിയാണ്. എല്ലാം കാണാം. മൊത്തം കീറിയിട്ടുകൊണ്ടുള്ള പാൻസ് വാപ്പയിട്ട് കൊടുത്തിരിക്കുക. ഈ പോക്ക് കൊണ്ട് സ്വർഗത്തിലേക്ക് പോവോ നരകത്തിലേക്ക് പോവോ? നിങ്ങൾ പറഞ്ഞാൽ രക്ഷകർത്താക്കളാണ് ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത കുട്ടികളല്ല.
ചില കുട്ടികൾക്ക് ശരീരമാസകലം പച്ച കുത്തി കൊടുത്തിരിക്കുക. പാപ്പായും ഉമ്മായും കുടുംബസമേതം പോയി പച്ച കുത്തി. ജമാഅത്തായി നിസ്കാരം ഇല്ല, ജമാഅത്തായിട്ട് പച്ച കുത്തൽ. അല്ലാഹു മുളക്കാക്കട്ടെ. പച്ചകുത്തൽ തനിച്ച ഹറാമാണ്, മനസ്സിലായിക്കോ. ഇന്നിപ്പോ വലിയ ട്രെൻഡായിട്ട് കുട്ടികൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ സംഭവമായിട്ട് വന്നിരിക്കുക. കാമുകന്റെ പേര് കയ്യിൽ വരച്ചു വെക്കുന്നു. കാമുകിയുടെ പേരെന്ത് ചെയ്യുന്നു? നെഞ്ചിൽ വരച്ചു വെക്കുന്നു. ഒന്നിന്റെ പേര് നെഞ്ചിലും മറ്റൊന്നിന്റെ പേര് നെഞ്ചിനകത്തും. അങ്ങനെ കൊണ്ടേ നടക്കും. ഭർത്താവിന്റെ പേര് ഇവിടെ വരച്ചു വെക്കുന്നു, പെണ്ണുങ്ങൾ വരച്ചു വെക്കുന്നു. എല്ലാരും ഇത് തന്നെ പരിപാടി. ഇപ്പോഴത്തെ ട്രെൻഡാണ്. പറ്റുമോ? ഹറാമാണ്. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തവശിമാത് വന്നാമിസാത് വൽ മുതനമ്മിസാത് والمتفلجات للحسن المغيرات خلق الله. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു ശപിച്ചിരിക്കുന്നു. ആദരവായ പ്രവാചകൻ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറയുകയാണ്, അല്ലാഹു ശപിച്ചതായ വിഭാഗമാണ്. ലഅനല്ലാഹുൽ വാശിമാത് വൽ മുസ്തവശിമാത്. ശരീരമാസകലം പച്ചകുത്തുന്നവരെ, പച്ചകുത്താൻ ആവശ്യപ്പെടുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ശപിച്ചാൽ അമ്പിയാക്കൾ ശപിച്ചതല്ലേ? അമ്പിയാക്കൾ ശപിച്ചാൽ ലോകത്തുള്ള ഔലിയാക്കൾ ശപിച്ചില്ലേ? ഔലിയാക്കൾ ശപിച്ചാൽ സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ ശാപവാക്കും അവർക്കല്ലയോ? ലോകത്തുള്ളതാകുന്ന സർവ്വ മലായികത്തുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നഊദു ബില്ലാഹ്. പച്ചകുത്തുന്ന പരിപാടി ഹറാമാണ്. അല്ലാഹു മലക്കാക്കട്ടെ. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായിട്ടുണ്ട്. അപ്പൊ ഉസ്താദെ കുത്തിയത് വേഗം കൊണ്ട് മായ്ച്ചു കളഞ്ഞു. എവിടെയാണോ കുത്തിയത് ആ സ്ഥലത്തുണ്ടെന്ന് മായ്ച്ചു കളഞ്ഞു. തലയൊക്കെ മറച്ചിട്ട് തൊടയെ കുത്തുന്ന പരിപാടി അങ്ങനെയുണ്ട്. തല മറച്ച് കാര്യത്ത എന്നിട്ട് തൊട കാണിച്ചു കൊടുത്തേക്കാണ്. ഇവിടെ വരച്ചോളെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അത്ര ദീനുള്ള ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഹദീസ് തീർന്നില്ല. ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഉസ്താദേ പിരികം ത്രെഡ് ചെയ്യാൻ പറ്റുമോ? അല്ലാഹ് അതാ കേട്ടോ, പെണ്ണുങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയണ്ട. അതിനെ ഇതും കൂടി ആദ്യം തന്നെ തന്നാ പിന്നെ റാഹത്താവും. വന്നാമിസാതി വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യാൻ വേണ്ടി തുനിയുന്നതാകുന്ന സഹോദരിമാരെ ഹറാമാണ്. ഏതെല്ലാം സഹോദരിമാർ അതിനുവേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ, അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി ഭർത്താവിനോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ, അതിനുവേണ്ടി താല്പര്യപൂർവ്വം നിലകൊണ്ടിട്ടുണ്ടോ, അതിനുവേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? വന്നാമിസാത് വൽ മുതനമ്മിസാത്. പിരികം ത്രെഡ് ചെയ്യാൻ, പ്ലക്ക് ചെയ്യാൻ വേണ്ടി അത് നിലകൊള്ളുന്നവരെയും അതിനുവേണ്ടി ആവശ്യപ്പെടുന്നവരെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നും നബിയുനാ റസൂലുള്ളാഹി. ഇപ്പൊ തീരുമാനമായല്ലോ. ആയോ മുപ്പരവാദിനെ വിളിക്കണ്ടായിരുന്നു. പിരികം ത്രെഡ് ചെയ്തിട്ട് ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരും. ഈ ഹദീസ് വിശദീകരിച്ച് ശാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നു, കേട്ടോ പെണ്ണുങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. അല്ലാഹ് ശാഫി മദ്ഹബിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആർക്ക്? എന്തിൽ? പച്ചകുത്തുന്നതല്ല. പച്ചകുത്തുന്നത് എന്തായാലും പറ്റൂല, ആണിനും പറ്റൂല, പെണ്ണുങ്ങൾക്കും പറ്റൂല, നിരുപാധികം ഹറാമാണ്. പിരികം ത്രെഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. ആർക്ക്? വിവാഹം കഴിഞ്ഞ സഹോദരിമാർ. ഭർത്താവിന്റെ അനുമതിയുണ്ട് എങ്കിൽ മാത്രം. സുന്നത്തല്ല. സുന്നത്താണോ? അല്ല. പിന്നെന്താ? അനുവദനീയം, ജായിസ. ആരുടെ അനുവാദം വേണം? ഭർത്താവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചെയ്യൽ അനുവദനീയ.
അനുമതിയില്ല, അയാൾ പറയാണ് വേണ്ട, അതിനുള്ള കാശൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് നിർത്തി, അതോടെ സ്റ്റോപ്പാണ്. അനുമതിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം, ഇച്ചാടേ നിലകൊണ്ട നല്ല ഇടി കൊടുത്തിട്ട് എപ്പോ വാങ്ങിച്ചെന്ന് ചോദിച്ചു. അനുവാദം ഉണ്ടെങ്കിൽ ഇത് ചെയ്യൽ അനുവദനീയം. എപ്പോഴാണ് അനുവദനീയം? വിവാഹത്തിന് ശേഷം. ഇത് സാധാരണ കൂടുതലായി ചെയ്യൽ ആരാണ്? വിവാഹത്തിന് മുമ്പാണ്. എന്തിന്? നല്ല ചെക്കനെ കിട്ടാൻ, പുതിയാപ്പിളെ കിട്ടാൻ, നല്ല കൊമ്പ് നിലാവ് പോലെ വരച്ചു വെച്ചുകൊണ്ട് നടക്കും. വിവാഹം കഴിഞ്ഞതിന് ശേഷം അനുവദനീയമല്ല ശാഫി മദ്ഹബിൽ. വിവാഹത്തിന് ശേഷം എന്തായാലും ഇങ്ങനെ കിട്ടി ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലാതെ ഇനിയിപ്പോ അതിനകത്തിട്ട് വരയ്ക്കാനും നിൽക്കാതിരിക്കുന്നത് നല്ലത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇനി അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമുള്ളവർ എന്ത് ചെയ്തോ? ഭർത്താവിന്റെ അനുവാദം വാങ്ങിയിട്ട് ചെയ്തോ, അനുവദനീയാണ്. അതിന് പ്രത്യേക കൂലി വല്ലതും ഉണ്ടോ? അനുവാദമാണ്, ജായിസ പറയുമ്പോ തീർത്ത് പറയണം, അതിനാണ് പറയുന്നത്. അപ്പോഴും വിവാഹത്തിന് മുമ്പ് അനുവാദം ഉണ്ടോ? അതില്ല. വളരെ ശ്രദ്ധിക്കണം, മസലയാണ്, അതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കൂടുതൽ ധാരാളം ആളുകൾ, ഇപ്പൊ സ്ത്രീകളൊക്കെ ധാരാളം ചെയ്തു വരുന്ന ഒരു പരിപാടിയാണ്. വിവാഹത്തിന് മുമ്പ് തീർത്തും ഹറാമാണ്. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ അനുമതി ഉണ്ട് എങ്കിൽ അനുവദനീയമാണ്, ഇല്ലെങ്കിൽ പാടില്ല. ഇനി മറ്റൊരു വിഷയം, പല്ല് രാകുന്ന പരിപാടിയുണ്ട്. പല്ലിങ്ങനെ എപ്പോഴും 24 മണിക്കൂറും എവിടെയാ? അത് വായി നോക്കാൻ പോയതാണ്. എവിടെ? എപ്പോഴും പോയിട്ട് ഇത് തന്നെ പല്ല് കാണിക്കാൻ പോവാ 24 മണിക്കൂർ. അങ്ങനെ ചിലർക്കുണ്ട് അസുഖം. പല്ല് രാകുക എന്ന് പറയും. അതിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് എപ്പോഴും അതിന്റെ പുറകെ നിൽക്കും. المتفلجات للحسن المغيرات خلق الله. അള്ളാഹു നിനക്ക് നൽകിയ സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കാൻ തയ്യാറാകരുതേ. അള്ളാഹു നൽകിയിരിക്കുന്ന സൃഷ്ടിപ്പിനെ മാറ്റിമറിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ, സഹോദരിയുണ്ടോ, അള്ളാഹുവിന് താല്പര്യമില്ല. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചതിന്റെ രൂപവും ഭാവവും മാറ്റം വരുത്താൻ നിനക്ക് അനുവാദമില്ല. പല്ല് രാകാൻ വേണ്ടി സദാസമയവും ഡെന്റിസ്റ്റുകളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പോകുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിനുവേണ്ടി സമ്പത്ത് ധാരാളമായി ചെലവഴിക്കുന്നവരെ പാടില്ല എന്നും നബിയുനാ റസൂലുള്ളാഹി. പല്ല് രാകുക എന്ന് പറഞ്ഞാല് എപ്പോഴും കൂർപ്പിച്ച് ക്ലീനാക്കി എപ്പോഴും അതിന്റെ പുറകെ തന്നെ നിൽക്കുക, എപ്പോഴും അതിന്റെ പണി. അവരെ കാണുന്നില്ലല്ലോ. അത് ദന്തിസ്റ്റിനെ കാണാൻ പോയതാണ്. അടുത്ത ആഴ്ച നോക്കുമ്പോ വീണ്ടും തന്നെ ഒരു പല്ലിങ്ങനെ തെക്കോട്ട് പോകുന്നുണ്ടായിരുന്നു, അതിനെ വടക്കോട്ടാക്കാൻ പോയത്. ഇതന്നെ പല്ലെല്ലാം കൂടി ഇങ്ങനെ കേറി ഇറങ്ങി നിൽക്കുന്നു. അത് കമ്പിയിട്ട് നേരെ വരുത്തി, അതൊന്നും അല്ല പ്രശ്നം. മറിച്ച് ഇത് തന്നെ പരിപാടി. ചിലർക്ക് പല്ല് രാകുക എന്ന് പറയും. 24 മണിക്കൂർ അതിങ്ങനെ ക്ലീൻ ചെയ്ത് അതിങ്ങനെ നല്ല കൂർമിച്ച പല്ല് പോലെ ആക്കാൻ വേണ്ടി തന്നെ ഇതിന്റെ പുറകെ. റബ്ബ് നമ്മളെ സൃഷ്ടിപ്പിച്ച ഒരു ഘടനയുണ്ട്, അതിൽ ഓവറായിട്ട് മാറ്റം വരുത്തണ്ടെന്നർത്ഥം. അതിലൊരു ഖൈറുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല കോലത്തിലാണെന്ന് വിശുദ്ധ ഖുർആൻ. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും മനോഹരമായിട്ടാണ് അള്ളാഹു പടച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. സൃഷ്ടികൾക്കും പ്രത്യേകമായി ഗ്ലാമർ അള്ളാഹു നൽകിയിട്ടുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു മറ്റൊരു സബ്ജക്റ്റാണ്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആത്മീയമാകുന്ന അറിവ് നമ്മൾ കൊടുക്കണം. സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം. നമ്മൾ അവരുടെ രക്ഷകർത്താക്കളാണ്. നരകത്തിൽ നിന്ന് മോചനം കൊടുക്കണം. ദാദാ ഖുർആൻ പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله
الله ما أمرهم ويفعلون ما يؤمرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും വിശ്വാസിനികളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ കൊണ്ടും നരകത്തെ കൊണ്ടും സ്വർഗത്തെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിച്ചിട്ടുള്ളതാകുന്ന മുഅ്മിനേ, അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്റെ സ്വന്തത്തെയും നിന്റെ സ്വന്തം കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ. അവരുടെ രക്ഷകർത്താവ് നീയാണ്. നീ നിന്റെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കുകയും നിന്റെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കുകയും ചെയ്യണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ കാരണം? നരകത്തിലെ ഇന്ധനമെന്ന് പറയുന്നത് അത് പെട്രോളല്ല, ഡീസലല്ല, കൽക്കരിയല്ല, അത് മണ്ണെണ്ണയല്ല സോദരാ. നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളാണ്, ഭീമാകാരമായ പാറക്കല്ലുകളുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ കള്ള് കുടിച്ചവരില്ലേ, വ്യഭിചരിച്ചവരില്ലേ, സിനിമ കണ്ടതാകുന്ന സഹോദരനില്ലേ, സീരിയല് ദർശിച്ചതായ സഹോദരിയില്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണിനെ പായിച്ചതാകുന്ന സഹോദരനല്ലേ, കാതുകൾ കൊണ്ട് ഹറാമായ പാട്ടുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ജീവൻ സുറ്റതാക്കിയ സഹോദരനല്ലേ, കാമുകിയുമായുള്ള ഭാഷണവുമായി നിലകൊണ്ടതായ ചെറുപ്പക്കാരനല്ലേ, സഹോദരനല്ലേ, കാമുകന്റെ ഭാഷണം കേൾക്കാൻ രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, സ്വന്തം ഭർത്താവിന് വിരിച്ചു കൊടുക്കേണ്ട വിരിപ്പിൽ അന്യരെ കടത്താൻ വെമ്പൽ കൊണ്ടവളല്ലേ, സ്വന്തം ഭാര്യയോടുള്ള സൗന്ദര്യം ചുക്കിച്ചുളിഞ്ഞപ്പോൾ അവളോടുള്ള സ്നേഹം മറന്ന് അന്യ പെണ്ണിന് വേണ്ടി കിടക്ക വരിക്കാൻ തയ്യാറായ ചെറുപ്പക്കാരനല്ലേ, യുവാവല്ലേ. വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, നരകത്തിലെ ഇന്ധനം നീയാണ്. നരകത്തെ കത്തിക്കാൻ അല്ലാഹു ഉപയോഗിക്കുന്നത് നിന്നെയാണ് സോദരാ സോദരി. ദുഷിച്ച ജനങ്ങളാണ്, ഭീമാകാരമായ പാറക്കല്ലുമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. വലിയ പാറക്കല്ലുകൾ നമുക്കറിയാം, കല്ലിന് ചൂട് പിടിച്ചാൽ പിന്നെ ചൂട് പോകൂല. ഇപ്പൊ വീട് പണിയുന്ന ആളുകളൊക്കെ വീട്ടുമുറ്റത്ത് കടപ്പാക്കല്ലും അതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും ഒക്കെ കൊണ്ടുവന്ന് വിരിക്കും അല്ലേ? എന്താണ്, ചെരുപ്പില്ലാതെ അതിനകത്ത് നിൽക്കാൻ പറ്റുമോ? ഒരു 12 മണി സമയത്ത് 1 മണി സമയത്ത് അതിൽ ചെരുപ്പില്ലാതെ ഒന്ന് കാര്യം ചവിട്ടി നോക്ക്, എത്ര നേരം നിൽക്കും? ഓടുകയാണ്. വീട്ടിലുള്ളതാകുന്ന കല്ലുകൾ, ഉരുളൻ കല്ലുകൾ, ചരൽ കല്ലുകൾ ചൂട് പിടിച്ചാൽ എന്താണ് അതിന്റെ അവസ്ഥ? അല്ലാഹു ഖുർആനിൽ പറയുന്നു, വൽ ഹിജാറ, പാറക്കല്ലുകളും അതോടൊപ്പം തന്നെയുള്ളതാകുന്ന ദുഷിച്ച ജനങ്ങളെയും ഇട്ടിട്ടാണ് നരകത്തെ കത്തിക്കുന്നത്. നരകത്തിന്റെ ഇന്ധനം അതാണ്. എത്ര നാളാ കത്തിച്ചത്? 3000 വർഷം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നരകത്തിന്റെ സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. أوقد النار 1000 سنة حتى حمرت ثم أوقد 1000 سنة حتى بيضت ثم أوقد 1000 سنة حتى سودت وهي سوداء مظلمة. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിക്കുവാൻ ഓർഡറുകയാണ്. 1000 കൊല്ലം നിരന്തരമായി കത്തിക്കുകയാണ്. നരകത്തിന്റെ സൃഷ്ടിപ്പ് എത്ര നാളാണ്? 1000 കൊല്ലം, 1000 വർഷം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നു പോയി സഹാബാ. നബിയുനാ റസൂലുള്ളാഹി
ثم أوقد 1000 سنة വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കുകയാണ്. നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി സ്വഹാബ. ثم أوقد 1000 سنة വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ അല്ലാഹു കത്തിക്കാൻ ഓർഡറിടുകയാണ്. 3000 വർഷമാണ്, 3000 സംവത്സരങ്ങളാണ് നരകത്തെ കത്തിക്കാൻ ഉപയോഗിച്ചത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്ത സവദ്ദത് നരകത്തിന്റെ നിറം വല്ലാതെ കറുകറുത്തു പോയി. വഹിയ സൗദാഉൻ മുളിമാ ആര് കണ്ടാലും പേടിക്കുന്ന, ആര് കണ്ടാലും വെറുക്കുന്ന, ആര് കണ്ടാലും ഭയപ്പെടുന്നതായ കോലത്തിലേക്ക്, രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് നരകത്തെ അല്ലാഹു മാറ്റി സ്വഹാബ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമായ പാറക്കല്ലുകളും ഇട്ട് കത്തിക്കുന്നതായ നരകത്തിന്റെ വിശേഷണമാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. 3000 വർഷമാണ് രാവും പകലും അല്ലാഹു നരകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. ആ നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊണ്ട് പറയുകയാണ്, أنفسكم وأهليكم نارا. അല്ലയോ മുസ്ലിമായ സഹോദര സഹോദരി, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ മക്കളെയും ഈ നരകത്തിൽ നിന്ന് കാക്കണേ കാക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. 1000 വർഷം നിരന്തരമായി കത്തിച്ച് കറുകറുത്തതാകുന്ന ഈ നരകത്തിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ മോചിപ്പിക്കാൻ. അല്ലാതെ വേറൊന്നുമല്ല. SSLC A+ കിട്ടി, 8-ാം തീയതി ഇതാ റിസൾട്ട് വരുന്നു, ആയിക്കോട്ടെ. +2 നിനക്ക് ഫുൾ A+ കിട്ടി, ആയിക്കോട്ടെ. ഇതൊക്കെ ദുനിയാവിൽപ്പെട്ട ഭാഗമാണ്. ഇതൊക്കെ ഇതിനേക്കാൾ വലിയ വിജയം നേടിയെടുക്കേണ്ടത് ആഖിറത്തെ കുറിച്ചാണ്. ആഖിറത്തിൽ നീ നഷ്ടവാളിയാണ് എങ്കിൽ ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. ദുനിയാവ് നീ വാരിക്കോരി മക്കൾ കൊടുത്തു, ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തു, ആത്മീയ വിദ്യ ഒന്നും നൽകിയിട്ടില്ല. ആഖിറം വട്ടപൂജ്യമാണ്. ആഖിറമാണ് വിജയിച്ചു കിട്ടേണ്ടത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അമ്മി പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയേ നബിയേ, തങ്ങൾ ഈ സമുദായത്തിന് അറിയിച്ചു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. തങ്ങൾക്കും ഈ സമുദായത്തിനും ഏറ്റവും കരണീയമായത് ആഖിറമാണ്, ആഖിറമാണ്. ദുനിയാവിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ആഖിറത്തിന്റെ ജീവിതമാണ്. അവിടെ നമ്മൾ വിജയിക്കുവോ അത് ചിന്തിക്കണം. അത് അല്ലാഹു അടിക്കടി പറയുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. ആരൊരുവനെ കത്തിച്ചൊലിക്കുന്നതായ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ അവസരം കിട്ടിയോ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് ലഭിച്ചുവോ? ഫമൻ സുഹ്സിഹ അനിന്നാർ, നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യപ്പെട്ടുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവൻ വിജയശ്രീലാളിതനാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ.